എന്താണ് സബ്സിഡി സ്കീം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണ് ഈ സ്കീമിന്റെ പേര്. 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ സ്കീമിന്റെ നിക്ഷേപ തുക ഏകദേശം 75,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഓൾ ഓവർ ഇന്ത്യ ആദ്യത്തെ 1 കോടി ഹൗസ് ഹോൾഡുകൾക്കാണ് ഈ സബ്സിഡി ലഭ്യമാക്കുക. 2 കിലോ വാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾക്ക് 60,000 രൂപയും 3 കിലോ വാട്ടും അതിന് മുകളിലുള്ള സോളാർ പ്ലാന്റുകൾക്ക് 78,000 രൂപയുമാണ് സോളാർ സബ്സിഡി ആയിട്ട് ലഭ്യമാക്കുക. കേരളത്തിൽ മാത്രം ഇതിനകം 1,83,000 ആളുകൾ ഈ സ്കീം പ്രയോജനപ്പെടുത്തി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുകയും സബ്സിഡി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്കീമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 78,000 രൂപ ഓരോ ഹൗസ് ഹോൾഡുകൾക്കും സബ്സിഡിയായി ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. നോ കൊളാറ്ററൽ ആയിട്ടുള്ള ലോണുകളാണ് ഇതിന്റെ രണ്ടാമത്തെ ഹൈലൈറ്റ്. അതും എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും നമുക്ക് 6% പലിശയ്ക്ക്, അതായത് 3 കിലോ വാട്ട് വരെയുള്ള പ്ലാന്റുകൾക്കാണെങ്കിൽ 6%, 5 കിലോ വാട്ട് വരെയുള്ള പ്ലാന്റുകൾക്കാണെങ്കിൽ 9%. അത്രയും കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് ലോൺ ലഭ്യമാകുന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇത്തരത്തിലുള്ള ലോണുകൾ പ്രയോജനപ്പെടുത്തി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനെല്ലാം 3 to 4 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ലഭിക്കും. സ്കീം എലിജിബിലിറ്റി ക്രൈറ്റീരിയ: ഫസ്റ്റ് ചെക്ക് യുവർ ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി. ഒരു ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കണക്ഷൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. MNRE ഡയറക്റ്റ് എംപാനൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് വെൻഡർ മുഖേന മാത്രം സോളാർ ഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു ഗ്രിഡ് കണക്റ്റഡ് സോളാർ റൂഫ് ടോപ്പ് കണക്ഷൻ ആയിരിക്കണം. അതായത് ഓൺ ഗ്രിഡോ ഹൈബ്രിഡോ ആയിരിക്കണം. ഓഫ് ഗ്രിഡ് സ്കീമുകൾക്ക് സബ്സിഡി ലഭ്യമാകുന്നതല്ല. അവസാനമായി ALMM ലിസ്റ്റഡ് ആയിട്ടുള്ള സോളാർ പാനലുകളും BIS സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻവെർട്ടറുകളും മാത്രം സെലക്ട് ചെയ്യുക.